തിരുവനന്തപുരത്ത് അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസ് റിമാൻഡിൽ. വഞ്ചിയൂർ കോടതിയാണ് ബെയിലിനെ റിമാൻഡ് ചെയ്തത്. ഈ മാസം 30 വരെയാണ് റിമാൻഡ് കാലാവധി. കോടതിയിൽ നിന്നും നീതി ലഭിച്ചെന്നും കോടതിയുടെ തുടർ നടപടികളിൽ പ്രതീക്ഷയുണ്ടെന്നും ശ്യാമിലി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പറയേണ്ടതെല്ലാം കോടതിയോട് പറഞ്ഞുവെന്ന് ബെയിലിൻ പ്രതികരിച്ചു. കോടതിയിൽ നാളെ ജാമ്യാപേക്ഷ നൽകുമെന്ന് ബെയിലിന്റെ അഭിഭാഷകൻ അറിയിച്ചു. നിയമപരിജ്ഞാനമുള്ള പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് വിലയിരുത്തിയാണ് വഞ്ചിയൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 ബെയിലിൻ ദാസിനെ റിമാൻഡ് ചെയ്തത്. ഈ മാസം 30 വരെയാണ് റിമാൻഡ് കാലാവധി. കനത്ത പോലീസ് സുരക്ഷയിലാണ് പ്രതിയെ കോടതിയിലെത്തിച്ചത്. പ്രതിക്ക് കുടുംബമുണ്ടെന്നും സമൂഹത്തിൽ മാന്യതയുള്ള വ്യക്തിയെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ BNS 183 പ്രകാരം മൊഴിയെടുത്തിട്ടില്ലാത്ത സാഹചര്യമാണെന്നും ജാമ്യം അനുവദിക്കരുത് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കോടതിയിൽ നിന്നും നീതി ലഭിച്ചെന്ന് ആവർത്തിച്ച ശ്യാമിലി ഇനി ഇത്തരം അവസ്ഥ ആർക്കും ഉണ്ടാകരുതെന്നും പറഞ്ഞു. എനിക്കിങ്ങനെ സംഭവിച്ചു, ഇനി ആർക്കും, ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ആർക്കും ഇങ്ങനൊരു കാര്യം ഒരിടത്ത് നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പറയേണ്ടതെല്ലാം കോടതിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് ബെയിലിൻ ദാസും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാം കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. കാറിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് കഴക്കൂട്ടം സ്റ്റേഷൻ കടവിൽ നിന്ന് ബെയിലിനെ തുമ്പ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പ്രതിയുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് ബെയിലിന്റെ സഹോദരനെ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴാണ് സഹോദരന്റെ കാർ ബെയിലിൻ ദാസിന്റെ കയ്യിലാണെന്ന നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത്. കോടതിയുടെ പരിധിയിലുള്ളൊരു കാര്യമല്ലേ, കോടതി തീരുമാനിക്കട്ടെ. ഞാനെല്ലാം കോടതിയോട് പറയാം. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. പ്രകോപനമുണ്ടാക്കിയത് ശ്യാമിലിയാണെന്ന് ബെയിലിൻ ദാസ് പോലീസിന് മൊഴി നൽകി. ഇതിനിടെ ബെയിലിന്റെ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ചും തർക്കം തുടരുകയാണ്. ബെയിലിന് CPIM ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. അതേസമയം ലോയേഴ്സ് കോൺഗ്രസ് അംഗവും ബാർ കൌൺസിലിലേക്ക് കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിച്ച അഡ്വക്കേറ്റ് ദിലീപ് സത്യമാണ് ബെയിലിനായി ഹാജരായത്. എന്നാൽ ഐവ എന്ന സംഘടനയാണ് ബെയിലിന് പിന്തുണ നൽകുന്നത് എന്ന് ശ്യാമിലിയും ആരോപിക്കുന്നു. റിമാൻഡ് ഉത്തരവിന് പിന്നാലെ ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി ബെയിലിനെ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ എത്തിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.